ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചക്ര മീഡിയ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളൊരു സന്തോഷ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ ഞാൻ അതവിടെ സസ്പെൻസായിട്ട് നിൽക്കട്ടെ. ഇപ്പം ആദ്യമേ പറയുന്നില്ല കേട്ടോ, പിന്നീട് പറയാം എന്തിനാണ് ഞാൻ വന്നതെന്നുള്ള കാര്യം. അപ്പം ഞാൻ ഈ എൻ്റെ ഒരു ചാനലിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ, എല്ലാവരും ടച്ച് ഫോണൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരിക്കലും ടച്ച് ഫോൺ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ ടച്ച് ഫോൺ ഉപയോഗിക്കാറില്ലായിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് ഞാൻ അപ്പോൾ ഒരിക്കൽ ഒരു വീഡിയോ കാണാനിടയായി വേറെ ഒരു ഫോണിൽ. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് പിടിച്ച് വീട്ടിൽ ഇരുന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇരുന്നൊരു വരുമാനം ഉണ്ടാക്കാം എന്നാണ് അതിൽ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ ഒരു ഫോൺ മേടിക്കാം, ഒരു ചെറിയൊരു ഫോൺ മേടിച്ച് വീഡിയോസ് വിട്ടാൽ ഒരു വരുമാന മാർഗ്ഗമാകുമല്ലോ എന്ന് വിചാരിച്ച്, ഒരു ഇൻകം അത്യാവശ്യമായിരുന്നു. അങ്ങനെ വിചാരിച്ചാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയതും ഒരു ടച്ച് ഫോൺ മേടിച്ചതും ആദ്യമായിട്ട്. അപ്പോൾ ഞാൻ ആ ടച്ച് ഫോൺ ഒരു വില കുറഞ്ഞ ഒരു ടച്ച് ഫോണാണ് വാങ്ങിച്ചത്, അത്യാവശ്യം വീഡിയോ പിടിച്ച് വിടാൻ ഉള്ള പാകത്തിന്. അപ്പോൾ അന്നൊക്കെ മോൻ എനിക്ക് വീഡിയോ പിടിച്ച് തരുമായിരുന്നു, വീഡിയോസ്. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ, എങ്ങനെ വീഡിയോ വിടണമെന്നോ ഇതൊന്നും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറേ യൂട്യൂബിൽ കയറി കുറേ മറ്റുള്ളവരുടെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് ഞങ്ങളങ്ങ് വീഡിയോസ് പിടിച്ച് വിടാൻ തുടങ്ങി. പക്ഷേ യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങനെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ട്. എന്താണ് ഈ അൽഗോരിതം എന്ന് എനിക്ക് സത്യത്തിൽ ഇപ്പോഴും അറിയത്തില്ല കേട്ടോ. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, വേറെയുള്ള യൂട്യൂബേഴ്സൊക്കെ അവരുടെ വീഡിയോസ് കാണുമ്പം അങ്ങനെ കേട്ടുള്ള ഈ അൽഗോരിതം എന്നൊക്കെ സംഭവം എന്നാന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊന്നും അറിയാതെ ഞങ്ങളിങ്ങനെ വീഡിയോസ് വിടുകയാണ്. അപ്പം ഇപ്പോൾ ഏതാണ്ട് 4 വർഷത്തോളമായി ഞാൻ വീഡിയോസ് വിടുന്നു. അപ്പോൾ ഇതുവരെയും ഞാൻ വിജയിച്ചിട്ടില്ല. കാരണം നമ്മൾ ആദ്യത്തെ ഒറ്റ വർഷം കൊണ്ട് തന്നെ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 4000 വാച്ചിങ് ടൈം അത് പൂർത്തിയാക്കിയാലേ നമ്മൾ വിജയിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിജയിച്ചിട്ടില്ല. അപ്പോൾ ഈ 4 വർഷമായിട്ട് എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടാൽ ചിരിക്കുമായിരിക്കും. 500 പേരാണ് എനിക്ക് സബ്സ്ക്രൈബർ. അത് ഇപ്പോഴാണ് 500 ആയത്. അപ്പോൾ ഞാൻ സസ്പെൻസ് ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ തന്നെ പൊളിഞ്ഞു കേട്ടോ. പിന്നെ ഈ 500 സബ്സ്ക്രൈബർ ആയ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി അറിയിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും തന്നെ വളരെയേറെ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നല്ലോണം. അപ്പോൾ ഞാൻ ആദ്യം ഈ വീഡിയോ തുടങ്ങിയ സമയത്തൊക്കെ, ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ എങ്ങനെയായിരുന്നറിയാമോ, ഞാൻ ഡെയിലി വീഡിയോസ് പിടിച്ച് വിടുമായിരുന്നു കേട്ടോ, ഡെയിലി, ഒരു ദിവസം പോലും മുടങ്ങാതെ. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ഒരുപാട് പിന്നിലേക്കാണ് ഉള്ളത്. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഈ കുക്കറി ഷോയൊക്കെ ആകുമ്പോൾ നമ്മളതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്യണമെങ്കിൽ കുറേ എക്സ്പെൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇൻകം ഒന്നുമില്ല, ലോ ഇൻകത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോസ് എന്നാലും ഡെയിലി മുടങ്ങാതെ ഞാൻ വിടാറുണ്ടായിരുന്നു വീഡിയോസ്, കുക്കറി ഷോസ്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് കവിതകൾ എഴുതി അതിങ്ങനെ സ്വന്തമായിട്ട് അവതരിപ്പിച്ച് പാടിവിടും. അങ്ങനെയൊക്കെ എങ്ങനെയാണെങ്കിലും ഞാൻ ഡെയിലി വീഡിയോസ് വിട്ടിരിക്കും. അങ്ങനെയായിരുന്നു തുടങ്ങിയ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ പോയി. അപ്പം ഞാനിങ്ങനെ ഏതെങ്കിലും ഒരു വഴിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ ബസ്സൊക്കെ കാത്തിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പിള്ളേരൊക്കെ, കോളേജ് സ്റ്റുഡൻസ് അങ്ങനെയുള്ളവരൊക്കെ വന്നിരിക്കുമ്പോൾ ഞാൻ പറയും, മക്കളെ എനിക്കൊരു ചാനലുണ്ട് കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ കൊണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യിക്കാറുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ 1000 സബ്സ്ക്രൈബർ തികയണം. അത് നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന ആ കണ്ടീഷൻ അനുസരിച്ച് മുന്നോട്ട് പോകണം, വിജയിക്കണം എന്നൊരു ഒറ്റ ലക്ഷ്യത്തിൽ ഇങ്ങനെ ഓട്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഒന്നുമായില്ല.
ഈ ഒരു വർഷമായിട്ടും സബ്സ്ക്രൈബർ ആയില്ല, വാച്ചിങ് ടൈം ആയില്ല, ഒന്നും ആയില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഡിപ്രഷൻ ആകുമല്ലോ. പിന്നെ എനിക്ക് അങ്ങ് ആ സ്പിരിറ്റ് അങ്ങ് നഷ്ടമായി. ഇനിയിപ്പോൾ ഈ ഒരു വർഷത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ആ സമയം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്നാത്തിനാണ് വീഡിയോസ് ഇടുന്നതും ഇങ്ങനെ ഓടിപ്പാഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ പിന്നെ കുറച്ച് പുറകോട്ട് വലിഞ്ഞ് നമുക്ക് വീഡിയോസൊക്കെ വിടാൻ പിന്നെ വലിയൊരു ബുദ്ധിമുട്ടായി. ഞാൻ വീഡിയോസൊക്കെ വിടാനൊക്കെ നിർത്തിയെന്ന് വേണം പറയാൻ. അതുപോലെ ഞാൻ ഒരു വർഷമോ 2 വർഷത്തോളം അങ്ങാണ്ട് വീഡിയോസ് വിടാതെ ഇരുന്നു നോക്കി. പിന്നെ എനിക്കിടയ്ക്ക് തോന്നിയല്ലേ വിടാം, എന്തിനാ വെറുതെ ചാനലിട്ടേക്കുന്നത് എന്നും പറഞ്ഞ് ഞാൻ വീണ്ടും വിടാൻ തുടങ്ങി കേട്ടോ വീഡിയോസ്. അങ്ങനെ വീഡിയോസ് ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അതിന് ശേഷമാണ് അപ്പോൾ പെട്ടെന്ന് പിന്നെ സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ഇപ്പം 500 പേരെത്തി. ഇനി ഒരു 500 പേരും കൂടെ വേണം. ഈ 4 വർഷമായിട്ടാണ് 500 പേര് കിട്ടിയെന്ന് നോക്കണം. അപ്പോൾ ഇനി ഒരു 500 പേരും കൂടെ ഉണ്ട്. 1000 സബ്സ്ക്രൈബർ ആയാൽ തന്നെ 4000 വാച്ചിങ് ടൈമും കൂടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഇനി വിജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല, കാരണം 4 വർഷമായില്ലേ. ഇപ്പം 250ഓളം വീഡിയോസ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. പിന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാം, എല്ലാവരും പറയും നമുക്ക് വീട്ടിൽ നിന്ന് കാശുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് പണമൊക്കെ എടുത്ത് 2000 നോട്ടുകളൊക്കെ എണ്ണിയൊക്കെ വിടർത്തി പിടിച്ചിങ്ങനെ കാണിക്കുന്നതൊക്കെ കണ്ട് അങ്ങനെ അട്രാക്റ്റീവായിട്ടാണ് ഞാൻ സത്യത്തിൽ ഈ ചാനൽ തുടങ്ങാമെന്നും പറഞ്ഞ് വന്നത് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കാനും പറയാനും എല്ലാവരും പറയുന്ന രീതിക്ക് തുടങ്ങണം, ചാനൽ എല്ലാവരും തുടങ്ങിക്കോ എന്നൊന്നും പറയാനുള്ളൊരു അനുഭവമല്ല എനിക്കുള്ളത്. ഞാൻ പറയുവാണെങ്കിൽ പറയും, നമ്മൾ ശരിക്കും ഏതൊരു തൊഴിൽ ചെയ്താലും നമ്മൾ അതിനെക്കുറിച്ച് നല്ലവണ്ണം അവഗാഹമുണ്ടായിരിക്കണം. നല്ലോണം അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മാത്രമേ നമ്മളൊരു പണിക്ക് ഇറങ്ങിത്തിരിക്കാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ അങ്ങനെ പറയാറുള്ളൂ. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യമേ അതിനെക്കുറിച്ച് A to Z നല്ലോണം പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം ചാനൽ തുടങ്ങുക. ചാനൽ തുടങ്ങി എന്നെപ്പോലെ വെറുതെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, ആരിലും എത്തത്തില്ല. എന്താണ് അതിന് വേണ്ടത്, നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയണം. അതെനിക്കിതുവരെയും മനസ്സിലായിട്ടില്ല. പിന്നെ പോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സംഭവമുണ്ട് യൂട്യൂബിൻ്റെ. അതിലാണ് നമ്മുടെ ചാനലിൻ്റെ അനലൈസ് ചെയ്യുന്നതും അതിൻ്റെ എല്ലാം ഒരുപാട് വിവരങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ നമുക്ക് വായിച്ചാലും ഒന്നും മനസ്സിലാവും മറ്റൊന്നുമില്ല. ഇവരുടെ സാങ്കേതിക ലാംഗ്വേജസൊക്കെ അല്ലേ, സാങ്കേതിക വേർഡ്സൊക്കെ അല്ലേ, നമുക്കതൊന്നും അങ്ങനെ പിടികിട്ടത്തൊന്നുമില്ല വായിച്ചാലും. അപ്പോൾ അതൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അത് അവർ പറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ ചെയ്തു കൊടുത്താൽ അങ്ങനെയൊക്കെ ആയിരിക്കും വിജയിക്കുന്നത് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച്. അങ്ങനെ കുറേ സംഭവം ഉണ്ടെന്ന് വരെ വൈറ്റിയിൽ ഞാൻ ഈയിടെയാണ് കാണുന്നത് പോലും. നമ്മളിതൊന്നും കാണുന്നു അറിയുന്നു ഒന്നുമില്ല. അപ്പോൾ എല്ലാം ഒരുപാട് നല്ലവണ്ണം എല്ലാ വശങ്ങളും പഠിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാനും അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച് കൂടുതലൊന്നും, എന്തൊക്കെയാണിത് പഠിക്കാനുള്ളതെന്ന് പോലും. കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാനും അറിയില്ല. അപ്പോൾ എല്ലാ വശങ്ങളും അതിനെക്കുറിച്ച് നല്ലോണം പഠിച്ചതിന് ശേഷം മാത്രം ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ തുടങ്ങാവുള്ളൂ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട്. ഞാനിപ്പോൾ ആദ്യമൊക്കെ സബ്സ്ക്രൈബറെ എങ്ങനെ ഉണ്ടാക്കാം, സബ്സ്ക്രൈബർ എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ വിചാരിച്ച്, എന്നാൽ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സിനെ എടുക്കാം, ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുത്ത് ഫ്രണ്ട്സിനെ കുറേ എടുക്കാം, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കുറേ ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുത്തു. അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തപ്പോൾ അതിലെല്ലാം വരുന്ന ഒറ്റ ലേഡീസിനെ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അതിലെല്ലാം ജെൻസാണ് വരുന്നത്. നമുക്കതിൽ വരുന്നവർക്കല്ലേ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും, അല്ല ഇല്ലാത്തൊരു ഓപ്ഷൻ കയറി കൊടുക്കാൻ പറ്റത്തില്ല. അതിനുള്ള ആ ഒരു ഓപ്ഷനേ ഉള്ളായിരുന്നു. അങ്ങനെ ഒരു 10,000-3000 ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ. അപ്പം നോക്കുന്നവരുടെ വിചാരം, ഇവളാൾ കേമത്തിയാണ്, ഒരുപാട് ആണുങ്ങളുമായിട്ട് ഇങ്ങനെ ഇവൾ ചാറ്റുന്നുണ്ട്, ഇത്രയും 10,000-3000 ഫ്രണ്ട്സുണ്ട്, ഇതായിരിക്കും ഇവളുടെ പണി, ഇങ്ങനെയൊക്കെ പലർക്കും ഒരു തോന്നലുണ്ട്. അങ്ങനെ വീണ്ടും ഇങ്ങോട്ട് റിക്വസ്റ്റ് എടുത്ത് കുറച്ച് പേര് വരുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വരുന്നവർ അവിടെ ഞാൻ പറയും, ഉള്ള കാര്യം ഞാൻ പറയും. അപ്പോൾ തന്നെ എനിക്കൊരു ചാനലുണ്ട്, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്തരം ഫ്രണ്ട്സിനെ എടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ല, ഞാൻ ആരുമായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുന്ന ആളുമല്ല. ചാറ്റുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ ചാറ്റാറില്ല. അത് ലക്ഷ്യം വെച്ച് ആരും വരണ്ട എന്ന് പറയും. എന്നിട്ടും കേൾക്കാതെ അവരിങ്ങനെ ഓരോ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഞാൻ അങ്ങനെയുള്ളവരെയൊക്കെ ബ്ലോക്ക് ചെയ്യാറാണ് പതിവ്. ഒത്തിരി പേരെ അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ കിടക്കുന്ന ഫ്രണ്ട്സൊക്കെ ഞാൻ നോക്കാറ് പോലുമില്ല, ആരുടെയും പേര് പോലും എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ എടുത്ത് ഫേസ്ബുക്കിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്, ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്.
പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് അതിൽ പൈസ ഉണ്ടാക്കാം, മോണിറ്റൈസേഷൻ ആയാലെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പലരും ഇപ്പം കടൽമച്ചാൻ്റെയൊക്കെ അവരൊക്കെ പറഞ്ഞിട്ട് അവരുടെ അമ്മ പേജ് തുടങ്ങി, മോണിറ്റൈസേഷനായി, അവർക്ക് വരുമാനം കിട്ടി തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിതൊക്കെ കണ്ടുകൊണ്ട് ഞാനും ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ റീൽസൊക്കെ ഇട്ടാൽ വരുമാനം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കുറച്ച് റീൽസൊക്കെ ഇട്ട് 10-60 റീൽസൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം അതും സ്പിരിറ്റൊക്കെ പോയി. ഒന്നും ഒരനക്കവും ഇല്ല, നമുക്കൊന്നും കിട്ടുന്നില്ല. ഞാനൊരു പേജൊക്കെ തുടങ്ങിയിട്ട് വെറുതെ അവിടെ കിടക്കുന്നുണ്ട്. എന്ത് ചെയ്തിട്ടും ഒരു രക്ഷയും മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും കേട്ടോ. ഇതെന്താണ് നമ്മൾ മോണിറ്റൈസേഷനിലേക്ക് എത്തിച്ചേരാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ ഇത്രയും 500 പേര് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തല്ലോ, അവരോടൊക്കെ വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിച്ച് മുന്നോട്ടേക്ക് നയിക്കണം. നിങ്ങളാണ് എന്നെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഹാവ് എ നൈസ് ഡേ. ബൈ. ടേക്ക് കെയർ.